തിരുമേനി അതെ പുറത്തേക്കൊന്ന് വേഗം വരിക ഒരുട്ടം കാണിച്ചു തരാം വാ. എന്താ കുട്ടി വരൂന്നേ. വെള്ളം കൂടി പോയി, എന്തായാലും കുഴപ്പമില്ല. ടച്ചിങ്സ് ഒന്നുമില്ല. കുറച്ച് പസ്മം ചന്ദ്രത്തിനും കിട്ടി, മതിയാ? എവിടെ? ആ പൂജാമുറിയിൽ ഇരിപ്പുണ്ട്, ചെല്ലി. വേഗം വാ വേഗം വാ. നോക്കിയേ എന്താ അവിടെ? തീർച്ചയായിട്ടും അച്ഛൻ കണ്ട തീർച്ചയായിട്ടും ഒളിപ്പിക്കാൻ നോക്കണ്ട, എല്ലാം അങ്ങോട്ട് ബോധ്യായി. ഇതൊക്കെ ലപ്പാണ് കേട്ടോ, ലപ്പ്. തീർച്ചയായിട്ടും നിത്യവും സംഗീതോപാസന നടത്തുന്ന സരസ്വതി മണ്ഡപത്തിലിരുന്ന ആ മദ്യസേവ. ക്ഷമിക്കണം, ഈ മണ്ഡലം സംഗീത മണ്ഡലം ഒന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, പ്ലീസ്. മണ്ഡലോ? ഭേഷായി. അതെങ്ങനെയാ? സംഗീതത്തെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നവരോടല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വന്നപ്പോ മുതൽ സംഗീതത്തെ അവഹേളിക്കാറുന്നല്ലോ. ഇത്രയും വലിയ സംഗീതജ്ഞന്റെ മകനാണെന്ന ചിന്തയെങ്കിലും വേണ്ടേ? അല്ല, തിരുമേനി എന്തൊന്നും മിണ്ടാത്തെ? നല്ല രണ്ട് ശകാരങ്ങൾ വെച്ചുകൊടുത്തോളൂ. എന്താണോ ഇതൊക്കെ? കുട്ടി എന്ന് അത്താഴത്തിന് എന്താ വെച്ചാൽ എടുത്തു വെച്ചോളൂ. അപ്പോഴേക്കും ഞാൻ ഇവരൊന്ന് ശകാരിക്കട്ടെ. ശരിക്കും കൊടുത്തോളൂട്ടാ. വിഷമിക്കണ്ട, ഞാൻ ആ കുട്ടിയെ കേൾപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞേ ഉള്ളൂ. കൊറേ കാലം കൂടി താൻ അച്ഛനെ കാണാൻ വന്നതല്ലേ. തന്റെ ഒരു സന്തോഷത്തിനും ഈ അച്ഛനെതിരെ നിൽക്കില്ല. തന്റെ സന്തോഷം ഇതാണെന്ന് വെച്ചാൽ ആയിക്കോളൂ. ചോദിക്കുന്നതിനൊന്നും തോന്നരുത്. തിരുമേനി എങ്ങനെ കഴിക്കാറുണ്ടോ? കഴിച്ചിട്ടുണ്ട്. തന്നെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കാൻ കോടതി വിധി പറഞ്ഞ ദിവസം കണ്ടു കൊതി തീരാത്ത കുഞ്ഞിനെയും കൊണ്ട് അമ്മ നാട്ടിലേക്ക് പോയ ആ രാത്രിയിലാ അച്ഛൻ ആദ്യമായിട്ട് മദ്യപിച്ചത്. പിന്നെ അതൊരു ശീലായി. മനസ്സിലെ സംഗീതം പോലും നഷ്ടപ്പെട്ട് മദ്യത്തിന് അടിമയായി വർഷങ്ങളോളം അലഞ്ഞു. അതിൽ നിന്നെല്ലാം എന്നെ വീണ്ടെടുത്ത് ഈ സംഗീത ലോകത്തേക്ക് തിരികെ കൊണ്ടുവന്നത് മൃദംഗ വിദ്വാനായ മണിശങ്കര. മദ്യത്തെക്കാൾ ലഹരി സംഗീതത്തിനുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ അദ്ദേഹം. പിന്നീട് ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. തനിക്ക് ഒഴിവാക്കാനാവുന്നില്ലെങ്കിൽ മടിക്കണ്ട, കഴിച്ചോളൂ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അച്ഛന് വേണ്ടിതേ ഇന്നത്തോടെ എന്നേക്കുമായി ഈ വാവ കള്ളൂടി നിർത്തി. അല്ല, ഞാൻ നിർത്തുന്നത് എന്റെ അച്ഛനല്ല. എന്റെ അച്ഛനാണ്. കള്ളൂടിക്കണമെന്ന് പറഞ്ഞല്ലേ കാലുമുട്ട് ഞാൻ തന്നെ ഓടിക്കും. പോന്നി, ഇത് ഭയങ്കര ചതിയായി പോട്ടാ. ഒന്ന് മന്നിപ്പോരാണ്ട് കിടന്നുറങ്ങണെങ്ങനെയാണ്? ഇവിടെ മദ്യത്തിനേക്കാളും ലഹരി സംഗീതത്തിനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ നീ കേട്ടില്ലേ? നിനക്ക് വേണമെങ്കിൽ അച്ഛൻ നല്ല തലക്ക് പിടിക്കുന്ന ഒരു രാഗം പാടിത്തരും അല്ലേ? എന്റെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ വിഷമം തോന്നിക്കേട്ടാ. ഈ സംഗീതത്തിന് വേണ്ടി മദ്യം മാറ്റിക്കൊണ്ട് ആവശ്യമൊന്നുമില്ല. ഈ മദ്യവും സംഗീതം തമ്മിൽ ഒരു ലവ് ഉണ്ട്. അതല്ലേ കലർഷാപ്പിൽ വെച്ച് കുടിമാരി പാട്ട് പാടുന്നത്. ഇപ്പൊ വാവച്ചിയുടെ അമ്മച്ചിയുടെ കേസ് തന്നെ എടുത്തു നോക്ക്. അന്തി ചെത്തിയിറങ്ങിയ നല്ല ഒന്നാന്തരം മധുരക്കള്ള് കുടിച്ചാലേ വക്കീലമ്മ പാട്ട് പാടാറുള്ളൂ. നേരാണേ നേരാണേ എല്ലാം എല്ലാം നേരാണേ നേരാണേ തന്തന തന്തന തന്താ തന്ത. അങ്ങനല്ലടാ കരിവണ്ട്. എങ്ങനെയാണ്? നേരാണേ എല്ലാം നേരാണേ, കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണേ. പാപമരേ ഗരിസ സരി പാപമരേ ഗരിസ. നേരാണേ എല്ലാം നേരാണേ, കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണേ. നേരാണേ എല്ലാം നേരാണേ, കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണേ. ചെല്ലക്കിളി ചൊല്ലി കൊഞ്ചി കൊഞ്ചി ചൊല്ലി ഇല്ലം വല്ലം നിറയെ നേരും നെറിയും വേണം. നന്നായാലെല്ലാം പൊന്നാണേ, കാലം പൊന്നായാൽ പിന്നെ പിന്നെ കൊട്ടും പാട്ടും. വിഹരമാനസരാമേ വിഹരമാനസരാമേ സച്ചിദാനന്ദ ഘനശ്യാമേ വിഹരമാനസരാമേ. നേരാണേ എല്ലാം നേരാണേ, കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണേ. അരുവിയൊഴുകും രസം അരികിലണയും കളകളം. റിമപസാനി പമമപ
പ്രേമ പസാനി പമ കരളിൻ വയലിൽ വീണ്ടും നിറനെന്മണികൾ കളിയാടി വിളയും കണ്ടു നിറയും മനസ്സു കുളിരണ കുനുകുനേ നേരാണേ എല്ലാം നേരാണേ കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണേ അജ്ഞരൽപമനസ്കരിൽ ദുരയുള്ള ബുദ്ധികൾ അവരിലും അന്ധകാരവിലാസഗതിയായി അഹം ആത്മസുഗന്ധികം സത്യവ്രത 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 ഹൃദയങ്ങളിൽ സുരശുദ്ധ നിർമ്മല ചിത്തരിൽ മുക്തിദായക സൂക്തമൊരു പോൽ വസുധൈവ കുടുംബകം കുയില് പാടും സുഖം കുഴല് വിളിയുടെ സ്വരസുഖം കുയില് പാടും സുഖം കുഴല് വിളിയുടെ സ്വരസുഖം വിളയാടുക നീ എന്നും മറുതേൻ മൊഴിയേ വിളയാടുക നീ എന്നും നാറുതേൻ മൊഴിയേ പുതുമോടി അണിയാൻ നമ്മളൊരുപോൽ കനവ് മേനയണ തുരുതുരേ നേരാണേ എല്ലാം നേരാണേ വെള്ളം ചേരുമ്പോഴയ്യോ നോവാണേ നേരാണേ എല്ലാം നേരാണേ കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണേ നേരാണേ എല്ലാം നേരാണേ കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണേ നേരാണേ എല്ലാം നേരാണേ കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണേ. ഇത്തവണത്തെ പെരുന്നാൾ എന്തായാലും അവന്മാരെ നടത്താൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് കയ്യും കെട്ടി ചുമ്മാ നോക്കിയിരിക്കാൻ ഒക്കുവോ? എന്റെ വെച്ചത് വക്കീലും പോരണ്ട്. എന്താ വക്കീലമ്മേ, മോൻ അവിടെ അച്ഛൻ നമ്പൂരിയുടെ കൂടെ തകർത്ത് നടക്കുകയെന്നാണല്ലോ കേട്ടത്. മാമൂദിസ മുങ്ങി പെരുന്നാൾ നടത്തുമെന്നും പറഞ്ഞ് പോയ ആള് സന്ധ്യാനാമവും ചൊല്ലി മനയില് സ്ഥിരതാമസമാക്കിയോ? ഇനി നമ്പൂതിരി അവനെ ഇങ്ങോട്ട് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങള് പെരുന്നാൾ നടത്തണമെങ്കിൽ വേറെ ആളെ നോക്കിയോ. പുന്നാര മോൻ കൈവിട്ട് പോയേ. അല്ല, ഇനി സ്വന്തമായിട്ടൊരു മോൻ വേണോന്നുണ്ടെങ്കിൽ ഉടനെ ഒരു രണ്ടാം കെട്ടിന് ഒരുങ്ങിക്കോ, അല്ലേടാ? എന്താ വക്കീലമ്മേ, ഒരു രണ്ടാം കെട്ടിന് നോക്കട്ടോ? ഇത് നിനക്കുള്ളതല്ല, നിന്നെ പോലൊരണലി സന്തതി ജനിപ്പിച്ചതിന് പുലിക്കാട്ടിൽ വക്കച്ചിനുള്ളതാ. രണ്ടാം കെട്ട് ഭാര്യ ചത്താൻ നിന്റെ അപ്പനാകാം. ചെല്ലടാ, നടക്കടാ. ഹലോ ഹലോ ഹലോ, ആരാണ്? ആരാ? ഞാനാ. എനിക്ക് വാവയൊന്ന് കിട്ടൂ. ആരാച്ചാ? തനിക്കാ? എനിക്കാ. ഹലോ, ബേൽപ്പത്തൂർ മനയിൽ വാവ നമ്പൂതിരി സംസാരിക്കുന്നു. ഇതാരാണാവോ? ഇത് കുരിശു വീട്ടിൽ മറിയമ്മയാ. അറിയോ നീയെ? അമ്മയാണ് അമ്മ. ഹായ്, ഇതാര്? അച്ഛൻ തിരുമേനയുടെ വേളിയോ? എന്തൊക്കെയുണ്ട് കുരിശുമനയിലെ വിശേഷങ്ങള്? ആ പുലിക്കാട്ടിലെ മ്ലേച്ചന്മാര് കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടാക്കണുണ്ടോ? ഇവിടെ അച്ഛാ ഞാനും അച്ഛനും സുഖമായിട്ട് അങ്ങോട്ട് കഴിയാ. പിന്നെ പെരുന്നാള് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചാലോ? നിന്റെ കോമാളിത്തരമൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. നീ പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്ന് ഓർമ്മയുണ്ടോ? എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയ ആളാ. എന്റെ മറിയാമ്മ പിണങ്ങല്ലേ. നാളെ ഉച്ചക്ക് മുമ്പാണ് ഞാൻ അവിടെ എത്തിയിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്. വേഗം വന്നേക്കണം. നാളെ നല്ല മധുരക്കള്ള് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് വാസു. അയ്യോ, ഇനി കള്ളൊന്നും വേണ്ട. അച്ഛൻ ഇഷ്ടമില്ലാത്തോണ്ട് വാവ കൂടി നിർത്തി. നന്നായി.
പിന്നെ അമ്മേ